വൈറ്റമിൻ ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസ് ഒരുപാടുള്ളതുപോലെ നമുക്ക് എസെൻഷ്യലായ വേറെ വൈറ്റമിൻസും ഉണ്ട്. അത് വൈറ്റമിൻ എന്ന് പറയുന്നത്, വൈറ്റ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ലൈഫ് എന്നാണ്. ലൈഫിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ നൈട്രജൻ എന്ന രീതിയിലാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഈ പേര് വരാൻ കാരണം. അതായത് നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ അതിസൂക്ഷ്മ കണങ്ങളാണ് ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് ബോഡി അതിൻ്റെ ബിൽഡപ്പ് മുഴുവൻ നടത്തുന്നത്. വൈറ്റമിൻസ് മാത്രമല്ല, മിനറൽസ് ഉണ്ട്. മിനറൽസ് വേറൊരു കാര്യങ്ങളാണ്. അതിനകത്ത് ഒരുപാട് ഐറ്റംസ്, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലുള്ള മിനറൽസ് ഉണ്ട്. അത് ചെടിക്ക് വളമിടുന്ന പോലെയാണ് ഇതെല്ലാം. നമ്മൾ ചെടിക്ക് പല മിനറൽസുകൾ വേണം, അതില്ലെങ്കിൽ അതിൻ്റെ വളർച്ച നടക്കത്തില്ല. അതുപോലെ മനുഷ്യ ശരീരത്തിനും വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അതിൽ വൈറ്റമിൻസിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബി ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെയാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം ഏതാണ്ട് ഒരു 900 mg പെർ ഡേ വേണം. 900 mg പെർ ഡേ എന്ന് പറഞ്ഞാൽ അത് ലേഡീസിന് 800 mg, ചെറിയ കുഞ്ഞുങ്ങൾക്ക് 400 mg. ഒരു mg മൈക്രോഗ്രാമാണ് വേണ്ടത് ഒരു ദിവസം. അപ്പം അത് നമുക്ക് വലിയ ആളുകളുടെയാണ് നമ്മൾ പറയുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് മധുരക്കിഴങ്ങ് 100% ആണ്. അതായത് ഒരു 100 mg തൂക്കമുള്ള ഒരു മധുരക്കിഴങ്ങ് ഒരാൾ കഴിക്കുമ്പം സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 100%, അതായത് 900 ഗ്രാമും ആ ബോഡിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക്, പ്രായമായവർക്ക് ഒക്കെ ഈ മധുരക്കിഴങ്ങ് കൊടുക്കണം. കാരണം വൈറ്റമിൻ ഡി നമുക്കറിയാം എന്താ അതിൻ്റെ ശേഷി എന്നുള്ളത്. അതായത് വൈറ്റമിൻ എ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ ഹെൽത്തി സ്കിന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടുകയും അതുകൂടാതെ കണ്ണിൻ്റെ അകത്ത് ഡ്രൈനെസ് ഉണ്ടാക്കാതെ നോക്കുകയും ചെയ്യുന്നതിന് വൈറ്റമിൻ എക്ക് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടാമതാണ് സ്കിന്നിൻ്റെ സ്ട്രെങ്ത്. അതായത് വൈറ്റമിൻ എ കുറവാണ്, സ്വാഭാവികമായിട്ട് സ്കിന്ന് ചുക്കിച്ചൊളിഞ്ഞ് സ്കിന്നിൻ്റെ ശേഷിയില്ലാതെ, സ്കിന്നിന് ഗ്ലോസി ഫിനിഷിങ് ഇല്ലാതെ മാറിപ്പോകും. അപ്പം അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനും ആവശ്യമാണ്. അതായത് സ്കിന്നിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ, ഒരു വൂണ്ട് ഉണ്ടായാൽ അത് ഉണങ്ങാൻ പോകുന്നില്ല. കാരണം വൈറ്റമിൻ എ ഇല്ല. കാരണം ഇമ്മ്യൂണിറ്റി, കാരണം ഒരു കാര്യത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള ബോഡിയുടെ കഴിവുണ്ടാകുന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ്. അതിന് ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണുകളും ലിംബോസൈറ്റ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്, ടി ലിംബോസൈറ്റ്സ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, ഇതിൽ നിന്നൊക്കെ ആവശ്യമായ മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് പലപ്പോഴും വൈറ്റമിൻ എയിൽ നിന്നാണ്. ഇനി ഇത് എവിടെ കിട്ടും? സ്വീറ്റ് പൊട്ടറ്റോയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറഞ്ഞല്ലോ. മധുരക്കിഴങ്ങ്, അതായത് ബ്രൗൺ കളറുള്ള ഇച്ചിരി മധുരത്തോട് കൂടിയുള്ള പൊട്ടറ്റോ പോലെ ഇരിക്കുന്ന ഒരു കിഴങ്ങ്, അതാണ് മധുരക്കിഴങ്ങ്. അതിന് 100%. പിന്നെ 85 ഗ്രാം ലിവർ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ 73% ഉള്ളൂ. അതായത് നമുക്ക് ആവശ്യമുള്ളതിട്ട് 73% മാത്രമേ ചെല്ലുന്നുള്ളൂ. എന്നാൽ കോഡ് ലിവർ ഓയിലോ, അതായത് കോഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫിഷാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫിഷ്. അതിനെ പിടിച്ച് അതിൻ്റെ ഫാറ്റ് ഡൈല്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് കോഡ് ലിവർ ഓയിൽ എന്നാണ് പറയുന്നത്. അത് ഒരു ടീസ്പൂണിനകത്ത് 453% ഉണ്ട്. അതായത് വേണ്ടതിനേക്കാളും 4 ഇരട്ടിയോളം ഉണ്ട്. അപ്പം ഈ വൈറ്റമിൻ എയുടെയൊക്കെ കുറവുള്ള, സ്കിന്നിൻ്റെ പ്രശ്നം, കാഴ്ചയ്ക്ക് കുറവ്, എപ്പോഴും അസുഖം വരുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കോഡ് ലിവർ ഓയിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, 453% 4 ഇരട്ടി ഹൈ ആണ്. അതായത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് കൊടുക്കാവുള്ളൂ. അത് കൊടുത്താൽ അതിനോടൊപ്പം നമ്മൾ വേറെ ഈ സ്വീറ്റ് പൊട്ടറ്റോ പോലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പം ഇതെത്ര പെർസെൻറ്റേജ് ആകും? 100% ആണ്. എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളതായി.
മനസ്സിലായോ? അപ്പം അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഓവർ ഡോസ് ആവും. ഓവർ ഡോസ് ആവുമെങ്കിൽ നമുക്ക് ഹെഡ് ഏക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ എ കൂടിയിട്ട്. ഇനി എഗ്ഗിനകത്തോ വെറും 8% ഉള്ളൂ ഒരു മുട്ടയ്ക്കകത്ത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ക്യാരറ്റിനകത്ത്, അതായത് ഒരു 100 mg ക്യാരറ്റ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 100 mg ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ ആവശ്യത്തിനുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് വേവിച്ച് കഴിക്കണം. രണ്ടും നന്നായിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ വെക്കണം. കാരണം എന്താ, ഇതൊരു ഫാറ്റ് സോളുബിൾ വൈറ്റമിനാണ്. അതായത് ഫാറ്റും കൂടി ഉണ്ടെങ്കിൽ ഇത് ബോഡിയിലേക്ക് അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചുമ്മാ വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വൈറ്റമിൻ എ കിട്ടാൻ പര്യാപ്തമാണ്. പക്ഷേ ഇതിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിലൊരു ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫാറ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അബ്ഡോമിനിൽ ചെന്ന് ഇത് ഡൈജസ്റ്റ് ചെയ്ത് ബോഡിയിൽ നിന്ന് എടുക്കത്തുള്ളൂ. അപ്പോൾ വെറുതെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുകയില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. കാരണം ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏക്കത്തില്ല. മെഴുക്ക് പുരട്ടി വെക്കുവാണെങ്കിൽ ശരിയാ, കുഴപ്പമില്ല, എണ്ണയിൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതല്ലേ, കുഴപ്പമില്ല, അത് ഡൈജസ്റ്റ് ആവും. നമ്മൾ ചുമ്മാ പുഴുങ്ങി കൊടുക്കുവാണെങ്കിൽ അതിൽ ഓയിൽ ആഡ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഡൈജഷൻ നടക്കത്തുള്ളൂ. ഇനി അടുത്താണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എത്തിയേക്കുന്ന വിഷാംശത്തെ അത് നിർവീര്യമാക്കി കളയും. എന്തെങ്കിലും വിഷം പല ആഹാരങ്ങളിൽ നിന്നോ ഫുഡിൽ നിന്നോ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ സി. എത്ര പെർസെൻറ്റേജ് നമ്മുടെ ബോഡിയിൽ വേണം? നമുക്ക് 90 mg വേണം, അതാണ് നമുക്ക് വേണ്ട അളവ്. പിന്നെ അതുപോലെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വേറെ അടുത്ത പ്രത്യേകതയാണ് വൂണ്ട് ഹീലിംഗ്. എവിടെ വൂണ്ടുണ്ടായാലും അവിടുത്തെ എല്ലാத்தைയും നശിപ്പിച്ച്, മോശമായ ബാക്ടീരിയനെയൊക്കെ നശിപ്പിച്ച് അവിടെ വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ കൊളാജിൻ ഫോർമേഷൻ. നമ്മുടെ ബോഡിയിൽ കൊളാജിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. എല്ലിൻ്റെ ബോണുകളും ഇതൊക്കെ നമ്മുടെ ബോണും മസിൽസുമായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നിടത്തൊക്കെ കൊളാജിൻ ഫൈബറുണ്ട്. അപ്പം സ്കിന്നിൻ്റെയൊക്കെ എലാസ്റ്റിസിറ്റിയൊക്കെ സഹായിക്കുന്നത് കൊളാജിൻ ഫൈബറാണ്. അപ്പോൾ കൊളാജിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ഭാഗങ്ങളൊക്കെ ചിലത് ഉണ്ടാക്കുന്നതൊക്കെ കൊളാജിൻ വെച്ചാണ്. അപ്പോൾ കൊളാജിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. കൊളാജിൻ്റെ ഫോർമേഷനെ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. പിന്നെ ഇമ്മ്യൂണോ ഫങ്ഷൻ നമുക്കറിയാലോ, ബോഡിയിൽ എത്തിക്കുന്ന സാധനം വൂണ്ട് ഹീലിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പം വൂണ്ട് ഹീലിംഗ്, അപ്പം ഇത് ഏതിലാണ് ഇത്രയും ഗുണമുള്ളൊരു സാധനമാണ് വൈറ്റമിൻ സി. ഇത് ഏതിലാണ് എന്ന് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഗുവാസ് എന്ന് പറയും. ഗുവ എന്ന് പറയും. എന്താ ഗുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര. അതായത് ഒരൊറ്റ പേരക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ 100% വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിലെത്തി. നമുക്കൊരു ദിവസം ഒരാൾക്ക് എത്തേണ്ട മൊത്തം ഡോസ് ഒരു പേര കഴിച്ചാലായി, ഒരു പേരയ്ക്ക. അപ്പം പേരയ്ക്കയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സോഴ്സ്. പിന്നെ അതിൻ്റെ അടുത്തൊരു സോഴ്സാണ് റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ബെൽ പെപ്പേഴ്സ് എന്ന് പറയും. അതായത് ബെൽ പെപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബെൽ പെപ്പേഴ്സ് ലാർജ് ഒരെണ്ണത്തിൽ 380% ഉണ്ട്, ആവശ്യമുള്ളതിൻ്റെ 3 ഇരട്ടി. ഇത് ക്യാപ്സിക്കം എന്ന് കേട്ടിട്ടുണ്ടോ? ക്യാപ്സിക്കവും ബെൽ പെപ്പേഴ്സും തമ്മിൽ ചെറിയ വ്യത്യാസമാണ്. പക്ഷെ ഈ ക്യാപ്സിക്കത്തിലും ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇത്രയും റിച്ചായ സോഴ്സുകളുണ്ട്. അപ്പം ക്യാപ്സിക്കമോ അല്ലെ ബെൽ പെപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം അത്ര കോമൺ അല്ല. പകരം ക്യാപ്സിക്കമാണ് നമ്മുടെ ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ളത്. ചെറിയ മാറ്റമുണ്ട്, അപ്പം അത് ഉപയോഗിക്കാം. പിന്നെ അടുത്തതാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കൊരു ദിവസം ഒരു ബോഡിയിൽ എത്ര വേണം? 15 mg വേണം, അതായത് 15 mg. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് ബോഡിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിഷാംശത്തെയൊക്കെ നശിപ്പിച്ച് കളയുന്ന സംഭവമാണ്. അതുകൊണ്ട് പക്ഷേ അതുപോലെ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത് സെൽ പ്രൊട്ടക്ഷനാണ്. സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
റോളുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അപ്പം വൈറ്റമിൻ ഇ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇത് ഈ വൈറ്റമിൻ ഇ കൂടുതലായിട്ടുള്ളത് ഓയിൽസുകളിലാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽസ് ഇല്ലേ, അത് ഒന്നാമത്തെ സംഭവമാണ് വീറ്റ് ജം ഓയിൽ. അതായത് ഗോതമ്പിന്റെ തവിടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓയിലുണ്ട്, വീറ്റ് ജം ഓയിൽ എന്ന് പറയും. ആ ഓയിലിനകത്ത് 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 20 mg ആണ്. അപ്പം 135%, അതായത് ആവശ്യമുള്ളതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. അപ്പം 1 ടീസ്പൂൺ വീറ്റ് ജം ഓയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അത് ചൊട്ടാക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷെ ഇതിന് ഓവർ ഹീറ്റിംഗ് പവർ പാടില്ലാത്തൊരു ഓയിലാണ്. ഒലീവ് ഓയിൽ പോലെ ഒലീവ് ഓയിൽ ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്, ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അത് കൊളസ്ട്രോളിന് ഒരു വിധത്തിലും സാധ്യതയില്ലാത്ത ഓയിലാണ്. കാരണം നമ്മളതിൻ്റെ ഒരു തണുപ്പൻ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത്. എന്താ കാരണം? അത് പുറത്തെടുത്ത് വെച്ചാൽ -2 4 ഡിഗ്രി സെൽഷ്യസിലൊന്നും അത് കട്ടയായി പോകത്തില്ല. അപ്പൊ കട്ടയായി പോകാത്തതിന്റെ കാരണം എന്നാ? അതിന്റെ ഹീറ്റിംഗ് പവർ അത്രയുണ്ട്. അപ്പം അത്രയ്ക്കും അത്രയും തണുപ്പ് ചെന്നിട്ടും ഡൈലൂട്ടഡ് ആകാത്ത സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയ 37 ഡിഗ്രി സെൽഷ്യസിലൊന്നും അതിനൊന്നും പറ്റാൻ പോണില്ല. അത് ആ 37 ഡിഗ്രി സെൽഷ്യസ് ചൂടി കിടന്നാൽ അതിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് എങ്ങനെ പ്രവർത്തിക്കുന്നോ അങ്ങനെ തന്നെ അത് പ്രവർത്തിക്കുള്ളൂ. ഒരു കാരണവശാലും കൊളസ്ട്രോൾ ഉണ്ടാക്കത്തില്ല. അതാണ് ഒലീവ് ഓയിലിൻ്റെ. അതുകൂടാതെ omega-3 അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുമ്പം എന്നാ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നല്ല ഹീറ്റാണ്, ബോഡിക്ക് നല്ല ചൂട് വരും. 2, നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിലെ പല ന്യൂട്രീഷനും പോകും. അതുകൊണ്ട് റോ മെറ്റീരിയൽ, അതായത് എല്ലാം കൂടി കുഴച്ചിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി തൂളി കൊടുക്കുന്ന പരിപാടിയില്ലേ, ഇച്ചിരി ഓയിൽ ഒഴിച്ച് തൂളുന്ന അങ്ങനെയുള്ള ഫുഡ് കഴിക്കാനാണ് ഒലിവ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ കഴിക്കാനാണ് അത് വെച്ചാലേ അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. ഹീറ്റ് ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഒലിവ് ഓയിലുള്ളത്. പക്ഷെ അത് കൊളസ്ട്രോളിന് ഒരു ഗ്യാരണ്ടിയാണ്, ഒരു പ്രശ്നവുമില്ല, ഉണ്ടാക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, അതിനകത്ത് 23 നട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 45% ഉള്ളു. പിന്നെ സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂണിനകത്ത് 37% ഉണ്ട്. അതായത് സൺഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സൺഫ്ലവർ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും സൺഫ്ലവറിന്റെ പരിപ്പ് വാങ്ങിച്ച് അതിനെ ഞെക്കി പിഴിഞ്ഞെടുത്താലേ ഈ കാണുന്ന ഗുണം ഉണ്ടാകത്തുള്ളൂ. കാരണം മാർക്കറ്റിൽ ഈ സൺഫ്ലവറിന്റെ 1 കിലോയ്ക്ക് വില എന്ന് പറയുന്നത് 300 രൂപയാണ് സൺഫ്ലവറിന്റെ പരിപ്പിന്. പിന്നെ 2-2.5 കിലോ എടുത്ത് പരിപ്പ് ഡൈലൂട്ട് ചെയ്താലേ ഈ ഓയിൽ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ വില വെളിച്ചെണ്ണയൊക്കെ വിലയായി പോകും. 600-700 രൂപ അതിന് ശരിക്കും പറഞ്ഞാൽ വില വരും. എന്നാൽ നമ്മുടെ ഇവിടെ 150 രൂപയ്ക്കും സാധനം കിട്ടും. അപ്പം ഓർക്കുക, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനലാണ്. ഒറിജിനലിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. 37 കിട്ടത്തുള്ളൂ. 2 സ്പൂൺ എടുത്ത് അല്ലെങ്കിൽ ഒരു 2-3 സ്പൂൺ എടുത്ത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ അടുത്ത സംഭവമാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് ക്ലോട്ടിങ് ഫാക്ടറാണ്. ക്ലോട്ടിങ്ങിന്, അതായത് എവിടെയെങ്കിലും ബ്ലീഡിങ്ങോ പ്രശ്നം ഉണ്ടായാൽ മുറിവ് ഉണങ്ങാനും യോൻ ചെയ്യാനും ഒക്കെ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോട്ടിങ് ഫാക്ടറാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. 120 mg നമ്മുടെ ബോഡി ഒരു ദിവസം ആവശ്യമുണ്ട്. ഇത് ഏറ്റവും കൂടുതലുള്ള സംഭവം നാറ്റോ അല്ല. അത് ശരിക്കും ഈ സോയാബീനിൽ നിന്നുണ്ടാക്കുന്ന ഒരു ജപ്പാനീസ് ഫുഡാണ്. ഫെർമെൻറ്റേഷനൊക്കെ നടത്തി ഉണ്ടാക്കുന്ന നാറ്റോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ അതിനകത്താണത് ഉള്ളത്. പിന്നെ അത് നമ്മുടെ നാട്ടിൽ ഇത് ബ്രൊക്കോളി എന്ന് പറയുന്നത്. ബ്രൊക്കോളി അതായത് ഒരു ഗ്രീൻ കളറുള്ള ക്യാബേജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു സംഭവമാണ്. ഗ്രീൻ കളറിലുള്ള ബ്രൊക്കോളി എന്ന് പറയും. ഒരു വെള്ള കളറുള്ള ഇതുണ്ടല്ലോ, അതുപോലെ ഗ്രീൻ കളറിലുള്ള ക്യാബേജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ശരിയാണ് ബ്രൊക്കോളി. അതൊരു 100 ഗ്രാം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലുള്ള വൈറ്റമിൻ കെ ബോഡിയിലെത്തി. ബ്രൊക്കോളിയാണ് നമുക്കിവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത്. പിന്നെ വൈറ്റമിൻ ഡി നമുക്കറിയാലോ,
നമ്മുടെ ചൂട് സ്കിന്നിൽ അടിക്കുമ്പം പ്രകാശം അടിച്ച് ഉണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ് വൈറ്റമിൻ ഡി. നമുക്കൊരു 600 മൈക്രോഗ്രാമോളം നമുക്കൊരു ദിവസം ബോഡിയിൽ ആവശ്യമുണ്ട്. ഇത് 2-3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, കാൽസ്യത്തിൻ്റെ റീ അബ്സോർപ്ഷൻ. അതായത് നമ്മുടെ ബോഡിയിലേക്ക് കാൽസ്യം ചെന്നിട്ട് ഒരു കാര്യവുമില്ല. കാൽസ്യം ചുമ്മാ അവിടെ കിടക്കുകയുള്ളൂ, അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയിപ്പോകും. ഈ കാൽസ്യം ബോഡിയിലെത്തിയ ഇൻഡസ്ട്രൈനിലെത്തിയ കാൽസ്യത്തെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലേ, കാൽസ്യം വെറുതെ പോണതാണ്, ഏക്കത്തില്ല. അപ്പം അതിനോടൊപ്പം തന്നെ ബോണിൻ്റെ വളർച്ചയ്ക്ക്, അതായത് ബോണിൻ്റെ മെറ്റാബോളിസത്തിന്, ബോൺ സ്ട്രോങ് ആയി മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ വൈറ്റമിൻ ഡി വേണം. അപ്പം കാൽസ്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബോൺ ഡീജനറേറ്റഡ് ആവും. അപ്പം ബോൺ ഡീജനറേറ്റഡ് ആക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ കാൽസ്യം വേണം, കാൽസ്യം അബ്സോർബ് ആകണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അങ്ങനെ ഇത് കണക്റ്റഡ് ആകും. അപ്പം വൈറ്റമിൻ ഡിയും കാൽസ്യവും ഒരുമിച്ചാണ്. നമ്മുടെ മിൽക്കിലൊക്കെ ഇപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഫോർട്ടിഫൈഡ് ആണ്. മിൽക്ക് ശരിക്കും ഇല്ലാത്ത ആഡ് ചെയ്ത് കൊടുത്ത് ഫോർട്ടിഫൈഡ് ആക്കി വൈറ്റമിൻ ഡിയും കൂട്ടിയാണ് ഇപ്പോൾ പല പാക്കറ്റ് മിൽക്കുകളും നമുക്ക് ലഭിക്കുന്നത്. പിന്നുള്ളത് കോൾഡ് ലിവർ ഓയിലാണ്. കോൾഡ് ലിവർ ഓയിൽ എന്ന് പറഞ്ഞാൽ 1360 മൈക്രോഗ്രാമോളം 1 ടീസ്പൂണിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ വൈറ്റമിൻ ഇത് കിട്ടാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു 3 ദിവസത്തേനുള്ള വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നമ്മൾ ഈ കോൾഡ് ലിവർ ഓയിൽ എന്ന് പറയുന്നത് 1 സ്പൂൺ കഴിച്ചാൽ മതി. പക്ഷെ ഓർക്കുക, അതിന് കോൾഡ് ലിവർ ഇവിടെ നമ്മൾ പറഞ്ഞു, മേളിൽ പറഞ്ഞു, എല്ലായിടത്തും കോൾഡ് ലിവർ ഹൈ ഡോസിലുണ്ട്. അപ്പം എല്ലാം കോൾഡ് ലിവറിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് കോൾഡ് ലിവർ കഴിക്കുമ്പോൾ വളരെ കുറച്ചേ കഴിക്കാവുള്ളൂ. 1 ടീസ്പൂൺ, അത് ആഴ്ചയിലൊന്നോ ഒക്കെ കഴിക്കാൻ പാടുള്ളൂ. ഡെയിലി കഴിക്കാൻ പറ്റുന്ന സാധനമല്ല, കാരണം ഹൈ ഡോസാണ്. ഇതാണ് വൈറ്റമിൻസുകളെ കുറിച്ച് പൊതുവെ അറിയാനുള്ളത്. താങ്ക് യു.